ദുബായ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരാൾ എവിടെ നിന്ന് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും അധികം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നതും സേഫ് ആയിട്ടുള്ളതും എവിടെ എന്താണെന്ന് ചോദിച്ചാൽ ദുബായ് റിയൽ എസ്റ്റേറ്റ്. തീർച്ചയായും. അങ്ങനെ യോപ്പസ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ഒരു ബ്രോക്കറേജ് കമ്പനി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ജെറോമാണ് കൂടെ. ജെറോമിനെ പറ്റി പറയുകയാണെങ്കിലും അതുപോലെ യോപ്പസിനെ പറ്റി പറയുകയാണെങ്കിലും 20 വർഷത്തോളം ഈ മാർക്കറ്റിൽ എക്സ്പീരിയൻസിലാണ്. സ്വാഭാവികമായിട്ടും ആൾക്കാർക്കുള്ള ഒന്നാമത്തെ സംശയം, ഒരു 30,000 അടച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉടമകളാവും. എന്താണ് അതിന്റെ ഒരു ഗുഡൻസ്? ഇതിൽ 30,000 ദിറംസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബുക്കിംഗ് ഫീസാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ ഒരു 20% ഡൗൺ പേയ്മെന്റ് ആണ് ഏത് പ്രോപ്പർട്ടിയും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവര് പറയുന്നത്. അപ്പൊ നമുക്ക് 30,000 ബുക്കിംഗ് ഫീസ് കൊടുത്തു കഴിഞ്ഞ് ഒരു 1-2 മാസത്തിനുള്ളിൽ ബാക്കി നമ്മൾ 2 months 3 months ആയിരിക്കും. അത് നോൺ റീഫണ്ടബിൾ അല്ല. അപ്പൊ ഏജൻസ് എന്തിനാണ് ഇങ്ങനെ ആൾക്കാരോട് 30,000 കിട്ടിയാൽ പ്രോപ്പർട്ടി ഉടമകളാവാം മറ്റേത് പറയാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ്? സംഭവം ഒരു പരിധി വരെ 30,000 ബുക്കിംഗ് ഫീസ് ഉള്ളൂ. പക്ഷെ പിന്നീട് വരുന്നത് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്ക് ആ പൈസ ദുബായിൽ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാൻസ് ഉള്ളൂ. പിന്നെ ഒരു ഏജന്റിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നല്ല ലൊക്കേഷൻ, നല്ല പ്രൊജക്ട്, നല്ല യൂണിറ്റ്. ആദ്യം തന്നെ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ, അതായത് നമ്മൾ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് പോയി അല്ല ചെയ്യേണ്ടത്. ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ വരാനുള്ള ചാൻസുകൾ നോക്കിയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അടുത്തത് വരുന്നത് ഡെവലപ്പറിന്റെ റെപ്യൂട്ടേഷൻ ഒരു പരിധി വരെ ഇതിനെ ബാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ലേഔട്ടും ഓറിയന്റേഷനും ആണ് ഇതിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു പ്രധാന കാര്യം, എങ്ങനെയാണ് ഒരു ഏജന്റ് കൃത്യമായിട്ട് ജെന്യൂൻ ആണോ എന്ന് അറിയാമോ? ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസിന് 2 DLDയുടെ സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന് ഓഫീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ ബ്രോക്കർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും നമുക്ക് DLDയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഏതൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ബുക്കിംഗ് ഫീ മാത്രമാണ് ഡെവലപ്പറുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഏത് സമയത്താണോ ഡെവലപ്പർ മെച്യൂർ ആവുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് അക്കൗണ്ട് ലൈവ് ആവുന്നത്, അതിനാണ് നമ്മളൊരു ഏജൻസി, പ്രോപ്പർ ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഡയറക്റ്റ് അവരുടെ ഓഫീസിൽ പോയി കൊടുക്കാന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നും കാനഡ, US നിന്നൊക്കെ ഒത്തിരി പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ അതിന്റെ കൃത്യമായ നിയമവിധേയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്തു കൊടുക്കുന്നതാണ്. ബേസിക് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റെന്റിന്റെ ഒരു 90% നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം പ്രോപ്പർ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ട് അത് ഹാൻഡ് ഓവറിനൊപ്പം നമ്മൾ ഉണ്ടായിരിക്കും, അതിന്റെ സ്നാഗിങ്ങിനൊപ്പം ഉണ്ടായിരിക്കും. അവർക്ക് റെന്റിന് കൊടുക്കണമെങ്കിൽ നമ്മൾ റെന്റിന് കൊടുക്കും, അതിനൊപ്പം ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ ബുക്ക് ചെയ്യണമെങ്കിലോ, ഇനി അതല്ല എപ്പോഴെങ്കിലും വാങ്ങണമെന്നൊരു തോട്ട് ഉണ്ട്, ഒരു കൃത്യമായിട്ട് ഇൻഫർമേഷൻ എവിടെ കിട്ടും എന്ന് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ കിട്ടാവുന്നതാണ്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ദുബായ് വളരും പോലെ തന്നെ യോപ്പസും അങ്ങനെ തഴച്ച് വളരട്ടെ. മുനീർ അൽ വഫ, ഇസ്ലാം.